കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ആദർശം ജയിക്കും തോന്നിയ ഇവർ ചെയ്യുന്ന നടപടിയായി ഇത് ഇവരുടെ സംസ്കാരമാണ്. ഇവരെ മുസ്ലിയാക്കന്മാർക്ക് സംസ്കാരമില്ലാത്തതുകൊണ്ട് ഓല് പറഞ്ഞയക്കണത് ഇതുവരെ ചെയ്യുന്നതാണ്. നിങ്ങൾ കാര്യമാക്കണ്ട. മുജാഹിദുകൾ ശക്തമായി നിൽക്കുക. ജനങ്ങൾ തിരിച്ചറിയാം. എന്തെങ്ങൾക്ക് പേടി? ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപത്തെ എന്തെങ്ങൾക്ക് പേടി? നിങ്ങളുടെ കയ്യിൽ സത്യമില്ല. നിങ്ങൾക്ക് സത്യത്തെ പേടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഷീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകുന്ന ശിർക്കൻ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് മുജാഹിദുകളൊന്നും ഇരിക്കും. നിങ്ങളൊന്നുകൊണ്ട് ബേജാറാണ്. നിങ്ങൾ ഇരിക്കും, മുജാഹിദുകൾ ഇരിക്കും. ഞാൻ നല്ല കുളിര് തീർന്നിട്ട് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേയല്ലോ. നിങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? ഒരു ഭരണഘടന നൽകിയ മൗലിക അവകാശത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾ പണ്ഡിതന്മാര് 3-4 ദിവസം പ്രസംഗിക്കുന്നില്ലേ? ഞങ്ങൾ എന്താ കോപാകുലരാകാത്തത്? നിങ്ങൾക്ക് എന്താ സംസ്കാരമുള്ള മനുഷ്യരായാല്? നിങ്ങൾക്ക് എന്താ മനുഷ്യനെ പോലെ ജീവിച്ചാല്? സമസ്തക്കാർക്ക് നിങ്ങൾക്ക് എന്താ മനുഷ്യരായാൽ? അതുകൊണ്ട് മുജാഹിദുകളിരിക്കും. ഇനി ബാക്കി ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണരൂപം കേൾക്കും. നാട്ടുകാരും ജനങ്ങളും ഇവിടുത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ഈ ആളുകളെ, ഈ സംസ്കാരമില്ലാത്തവരെ നിങ്ങളൊന്ന് പഠിക്കണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ സംസ്കാരമില്ലാത്തവരെ, സംസ്കാരം പഠിച്ചിട്ടില്ലാത്ത ഇവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണരൂപം അപ്പുറം നിങ്ങൾ കേൾക്കുക. മുജാഹിദുകളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഓല് വന്നോട്ടെ, ഒരു ഇന്റർത്തേക്കാണല്ലോ വരുന്നത്. അത് ഞാൻ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ അടങ്ങിയിരിക്കുക. ഫ്രണ്ടിലുള്ളവർ നല്ല കൃത്യമായിട്ടിരിക്കുക. മുജാഹിദുകളെ സെരയിലേക്ക് വന്നിരിക്കും. അതൊക്കെ എല്ലായിടത്തിലും ഉണ്ടാവും. നമുക്ക് പോലീസ് പെർമിഷൻ തന്നിട്ട് നമ്മുടെ വിഷയം പൂർത്തിയാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇരിക്കും. ആ ക്ലിപ്പിങ്ങിന്റെ രൂപം ഒന്നുകൂടെ സ്റ്റാർട്ടിങ് മുതൽ ഒന്നിട്ടാട്ടെ. എല്ലാവരും മുജാഹിദുകളോട് നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുമ്പോൾ അവരും വരും. അപ്പൊ പ്രശ്നം ഉണ്ടാവും. അവർ വരട്ടെ. അവരെത്രത്തോളത്തു ഏറി എന്ന സ്റ്റേജിലിടും. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട. അവരവിടെ നിന്ന് ബഹളോ കൂക്കോ അതവരെ സംസ്കാരമാണ്. ഓരോരുത്തർ സംസ്കാരം പ്രകടിപ്പിക്കും. ഓരോത് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട. മുജാഹിദുകൾക്കൊരു സംസ്കാരമുണ്ട്. നിങ്ങൾ വന്നിരിക്കുക. അള്ളാനെ ഓർത്തിട്ട് മുജാഹിദുകളൊക്കെ കസേരയിലിരിക്കുക. നിങ്ങൾ ബേജാറാണ്ട്. ഇതിനേക്കാൾ വലിയ പുകലായിരുന്നു ഇന്നലെ. രാഷ്ട്രീയ പാർട്ടിക്കാരെ പിടിച്ചു 10-200 പേര് ആയുധവും മാരകായുധവും വന്ന് കൊല്ലാൻ വന്നതാ. ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യസമേതിരിക്കുക. ആ ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണിക്കും. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇവിടെ ഉണ്ടായി. ഒന്ന്, ബാലേട്ടൻ മുസ്ലിമാണ്, മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനെ കാഫറാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ചോദിച്ചു, ബാലേട്ട നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? മുസ്ലിമായ ഒരാൾ നിങ്ങളെ മുസ്ലിം അല്ലാന്ന് പറഞ്ഞ ദേഷ്യം പിടിക്കൂലേ? എന്താ സംഭവം? അതായത് കേരളക്കരയിൽ മിക്ക ദിവസങ്ങളിലും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. മിക്ക ദിവസങ്ങളിലും പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊന്നുമില്ല. ഇങ്ങനെ വയല് പറയുന്ന റോഡ് മുഴുവനും. അതുകൊണ്ട് എന്റെ കേസറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലിപ്പിംഗ് എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറെ ക്ലിപ്പിംഗ് ഒരു വാചകമില്ലാതെ ഞാൻ നിങ്ങൾക്ക് തെളിയിക്കേണ്ടതുണ്ട്. എന്റെ നിസ്സഹായത, എന്റെ യാഥാർത്ഥ്യം അത് ബോധ്യപ്പെടുത്താനും കൂടിയാണ് പ്രാർത്ഥിച്ച് നേടിയ ഒരു അവസരം പടച്ച തമ്പുരാൻ നൽകിയത്. അൽഹംദുലില്ലാ. ഞാൻ എന്താ പറഞ്ഞത്? സുനാമി ഉണ്ടായ ഉടനെ രാമനാട്ടുകരയിൽ നടത്തിയൊരു പ്രസംഗം, അതിന്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് കേൾപ്പിച്ചു. കേരളം മുഴുവൻ അവർ ഈ കേസറ്റ് ഇന്നും പറയുന്നുണ്ടാവും. ഒരു പക്ഷേ കേരളത്തിന്റെ മറ്റു ഭാഗത്ത് എന്തായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം? അത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കും. സമയബന്ധിതമായി തന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ ഇത് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അസാമനി വസകാനി വജാലനി മിനൽ മുസ്ലിമീൻ. ഒന്നു എടുക്കുമ്പോ ബിസ്മില്ലാ, വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാ. എന്തൊക്കെ പ്രാർത്ഥനകൾ. അപ്പൊ ബിസ്മി കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുമ്പോ ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ മൊയ്തീൻ ശൈഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അയാളുടെ നിയ്യത്ത്, അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊഹീദ്ദീൻ ശൈഖിനാണെങ്കിൽ അത് മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോറ്റാനിക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോറ്റാനിക്കര അമ്മക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ടുകാലത്ത്
പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്നാരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹു നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹിദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്. കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. സഹോദരങ്ങളെ, കേട്ടല്ലോ നിങ്ങൾ? അതിലെ ആ അത്രയും സമയം നീണ്ടു നിന്ന ഒരു പ്രസംഗത്തിന്റെ ഒരു 2 സെക്കൻഡാണ് ഇവിടെ മുസ്ലിയാരിട്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ഇടുന്നുണ്ട്. ഇനി ഇതൊക്കെ വിസ്തീരിച്ചാലും ഓലിടും. കാരണം ഓലിക്ക് ജീവിക്കണമല്ലോ, ദുനിയാവിലോർക്ക് ജീവിക്കണ്ടേ? ആയുസിട്ട കാലം അത്രയും ഓലിക്ക് ജീവിക്കണമല്ലോ. അതിന് ഈ ജാതി തെറ്റിദ്ധരിപ്പിച്ചാലല്ലേ സുന്നി സമൂഹത്തിലെ ആളുകൾ സത്യം മനസ്സിലാക്കി മുജാഹിദിലേക്ക് വന്നാലോ? അതുകൊണ്ടാ എന്താ പറഞ്ഞത്? ക്ലിയറാണ്. ഇസ്ലാമിന്റെ വിശ്വാസം. എന്റെ സഹോദരങ്ങളെ, എന്താ സംഭവം ഇവിടെ? വർഗീയതയില്ലാത്തൊരു വിശ്വാസം പറഞ്ഞതാ ഞാൻ. കള്ളു കുടിക്കാത്ത ഒരു അമുസ്ലിം സഹോദരൻ, കള്ളു കുടിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ. ഇതിൽ മുസ്ലിമിന്റെ ഗുണം കള്ളു കുടിക്കാത്ത അമുസ്ലിമിനാന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവോ? ഒരു അമുസ്ലിം വ്യഭിചരിക്കുന്നില്ല, ഒരു മുസ്ലിം വ്യഭിചരിക്കുന്നു. എന്നിട്ട് ഞാൻ പറയാ വ്യഭിചരിക്കാത്ത മാധവനാണ് ഇസ്ലാമിന്റെ ആ കാര്യം അംഗീകരിച്ചത്. അത് വർഗീയതയാണോ? ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ഏക ദൈവത്തോട് നേരിട്ടാണ് അത് പറയുന്നത്. ഒരു പേര് ബാലനാണെങ്കിലും ആ കാര്യത്തിൽ അയാൾ ഇസ്ലാമാണ്, മുസ്ലിമാണെന്നാ പറഞ്ഞ് മനസ്സിലാക്കണങ്ങള്. നേരെ മറിച്ച് മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ, മുഹമ്മദ് നബിയെ കാക്കണേ എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാണ്. അവിടെയാണ് വിഷയമാണ് പ്രധാനം. അപ്പൊ ക്ലിപ്പിങ്ങിന്റെ അപ്പുറം കേൾക്കാതെ ജനങ്ങളെ പറ്റിക്കുന്നത് എന്തിനാ? അതാ ഞാൻ പറഞ്ഞു. എന്ത്? പ്രമാണങ്ങളെ ഭയക്കുന്ന മുസ്ലിയാക്കന്മാർ. അവർക്ക് പ്രമാണങ്ങൾ ഭയമാണ്. അതുകൊണ്ടാണല്ലോ ആയത്തോ ഹദീസ് ഉദ്ധരിക്കാത്തത്, ക്ലിപ്പിംഗ് ഇട്ട് കള്ളത്തരം കാണിക്കുന്നത്. അതിന്റെ രൂപമാണ് നിങ്ങളിവിടെ കണ്ടത്. പിന്നെ ക്ലിപ്പിംഗിന്റെ പൂർണ്ണ രൂപം ഞങ്ങൾ കാണിക്കും. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്നാ. അത് ഇവിടെ വെച്ച് തന്നെ വേണം, ഒരു കുഴപ്പമില്ല. ഇവിടെ വെച്ച് തന്നെ ആകാ. ഞാൻ എന്റെ പ്രസംഗാട് കഴിഞ്ഞോട്ടെ. അപ്പ കാണങ്ങളെ ബബ്ബെ എഴുതി തന്നുകൊണ്ട് വേണ്ട നിങ്ങൾ പറയും. നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ ക്ലിപ്പിംഗിന്റെ അപ്പുറപ്പുറം നിജസ്റ്റ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലോ. അതിന്റെ അപ്പുറപ്പുറം നിങ്ങൾ കേൾപ്പിക്കും. നിങ്ങൾ ഇവിടെ ലെറ്റർ തന്നു. ഈ പരിപാടിക്ക് ശേഷം പോലീസ് അനുവദിക്കാൻ നിങ്ങൾക്ക് സ്റ്റേറ്റ് അനുവദിച്ചു തരും. പക്ഷെ അപ്പുറപ്പുറം കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തനിനിറഞ്ജനങ്ങൾ വിലയിരുത്തും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഷീട്ട് കൊട്ടാരത്തെ പോലെ തകർന്നു വീഴും. നിങ്ങൾക്ക് ഖുർആനില്ല, നിങ്ങൾക്ക് സുന്നത്തില്ല, നിങ്ങൾക്ക് അമ്പിയാക്കളുടെ പിന്തുണയില്ല, നിങ്ങൾക്ക് അറിവിന്റെ പിന്തുണയില്ല. നിങ്ങൾക്കാകെ ഉള്ളത് ചട്ടം വിത്തരത്തിന്റെ പിന്തുണയല്ലാതെ വേറെ പിന്തുണയൊന്നും നിങ്ങൾക്കില്ല. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം, ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു റോഡ് പോലും ബ്ലോക്ക് ചെയ്ത് പരിചയമില്ലാത്ത പ്രസ്ഥാനം, മനുഷ്യരെ സ്നേഹിച്ച പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെയാണ് നടുറോട്ടിലിട്ട് തല്ലിക്കൊല്ലാൻ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തോടെ പോലും ഈ കൗമിലെ സുന്നി AP ഭീകരവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. നിങ്ങളുമായി കോംപ്രമൈസ്. നിങ്ങൾ എന്ത് കരുതി? ആയുധം AK-47 പട്ടാളൊന്നും വേണ്ട. ഈമാനുള്ള നെഞ്ച തന്നിട്ടുണ്ട്. പേടിക്കില്ല നിങ്ങളെ ഒരു നിമിഷം പോലും ലോകത്ത്. അതുകൊണ്ട് ക്ലിപ്പിങ്ങിന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? പിന്നെ മൂന്നാമത്തെ, കഴുത്ത് ഞെരിച്ച് സുന്നികളെ കൊല്ലാൻ പറഞ്ഞ ഭീകരവാദിയാണ് ഞാൻ. എന്താ യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥിതി? അങ്ങനെ ആരെങ്കിലും പറയോ ഇവിടെ ഒരു സുന്നിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം? എന്താണ്? അതാണ് ക്ലിപ്പിങ്ങിലെ കൃത്യമായ കൃത്രിമത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട്. അതുകൊണ്ട് എനിക്ക് മുജാഹിദുകളോട് എന്ത് ബഹളം. അതായത് ഇവിടെ ഇനി ഞാനൊരു മരിച്ചു വീഴുന്ന നിങ്ങൾ കാണുക. ഇന്നലെ അങ്ങനെയായിരുന്നു. ഒരു ഏറ് കിട്ടിയിട്ട് ബോധം കിട്ടങ്ങോട്ട് വീഴുകയാണ് എന്റെ സുഹൃത്ത്. അങ്ങനെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ചിന്ന ഭിന്നമാകണം. ലൈറ്റായിട്ടാണ് ഞാൻ ഓടിയിട്ട് ലോകം മുഴുവൻ എത്തുകയാണ് മനുഷ്യന്മാർ ഇന്നലെ. ആ ജാതിക്ക് നിങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ മരിച്ചു വീണാൽ പോലും നിങ്ങൾ ഉറച്ചു നിൽക്കണം. മനസ്സിലായോ? റസൂൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരുത്തം വരുമ്പോഴേക്ക് അങ്ങോട്ട് വരാം. ഒരാൾ അവിടെ നിങ്ങോട്ട് വരിക, 10 ആൾ വരിക. ഓൻ സ്റ്റേജിലേക്കല്ല വരിക, ബാക്കി ഞാനും നോക്കിക്കോളൂ. നിങ്ങൾ ബേജാറാണ്. ഓമ്പടേക്കല്ല, നിങ്ങൾ അടങ്ങി അടന്നാ മതി. മനസ്സിലായോ കേട്ടോ? നിങ്ങൾ വിചാരിച്ച മാതിരി ഹൈറ്റ് കുറവൊന്നും നിങ്ങൾ നോക്കണ്ടോ. അത് എടുക്കാൻ അള്ളാഹ് അനുവദിക്കാത്തോണ്ട് എടുക്കായിട്ടാ. നിങ്ങൾ മനസ്സിലായിക്കോളേ. അത് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പൊ അന്നും നോക്കുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നേ കാണൂ. പിന്നെ ഹോസ്പിറ്റൽ വരാൻ എന്തായാലും ഫാനിന്റെ ചോട്ട് കിടക്കേണ്ടി വരും.
ഞങ്ങളെ കൊല്ലാൻ വന്നാൽ ഞങ്ങൾ ചെയ്യേനെ. ഇനി ഞങ്ങൾ നിങ്ങളോട് എന്താണ്, ഇവിടുത്തെ ഭരണഘടന പോലീസുകാർ ആരും ഞങ്ങളെ കൂടപ്പല്ല. പിന്നെ ഞങ്ങളെ കൊല്ലാൻ വരുമ്പോ ഞങ്ങൾ വെറുതെ കൂലേനി. ഇനി ഞങ്ങളൊന്ന് ചെറുതായിട്ട് കയ്യൊക്കെ ഒന്ന് ചുരുട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. ഇതുവരെ ഞങ്ങൾ അനുയായിയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോ ചെറുപ്പക്കാർ മരിച്ചു പോവുകയാണെങ്കിൽ എന്നിട്ട് ആർക്കും ഒരു പരാതിയില്ലാത്ത അവസ്ഥയാണ് ഇവിടെയെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ലോകത്തെല്ലാ കോടതിയും അനുവദിച്ച പ്രതിരോധം, ആത്മരക്ഷാർത്ഥം, അത് ഞങ്ങളങ്ങ് എടുത്തുകാളും. എണ്ണം കുറയും. ആദർശം കൊണ്ട് എണ്ണം കുറയുന്ന പോലെ ശരീരം കൊണ്ടും എണ്ണം കുറയും. അത് നിങ്ങൾ ഞങ്ങളോട് ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ട് പ്രിയങ്ക